മക്കളെ, നമ്മൾ USSന്റെ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. നോക്കടാ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. D is the midpoint of BC. If the area of triangle ABD is 50 square centimeter, what is the area of ADC? നമ്മളോട് ഫസ്റ്റ് പറഞ്ഞു നോക്കി, AC എന്ന് പറയുന്ന ലൈനിന്റെ മിഡിലാണ് ആര് കിടക്കുന്നത്? D കിടക്കുന്നത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം നോക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ABD. റെഡി? ഈ ABD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിലെ ഏരിയ നമുക്ക് തന്നിരിക്കുന്നു 50 സ്ക്വയർ സെന്റിമീറ്റർ. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് ADC ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനാണ്. റെഡി ആണല്ലോ? കാര്യം റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ട്രയാങ്കിൾ ഏരിയ എങ്ങനെ കാണും നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഇതിൽ ബിയും എച്ചും എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഈ ബേസ് ആണ് മക്കളെ. ഈ ബേസ് ആണ് എന്ത്? ബി. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച്. ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഹൈറ്റ് എങ്ങനെ എടുക്കാൻ പാടില്ല? ചരിഞ്ഞിട്ടുള്ള ഹൈറ്റോ തിരിഞ്ഞിട്ടുള്ള ഹൈറ്റോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? പക്ക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈറ്റ് എടുക്കണം. കാരണം ഞാനിപ്പോൾ ഇതിനെ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഇതിനെ ഞാൻ ബേസ് ആക്കി എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ബേസ് ആക്കി എടുത്തു എങ്കിൽ ഇതിൽ നിന്ന് നെക്സ്റ്റ് കോർണറിലേക്കുള്ള ഈ ഹൈറ്റ് ഉണ്ടല്ലോ മക്കളെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഹൈറ്റ് എടുക്കാൻ. റെഡി? ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ട്രയാങ്കിൾ ഏരിയ ഇത് നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഏരിയ, ഇതിന്റെ ബേസ് എന്താണ്? BD ആണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് എന്താണ്? BA ആണ്. ഓൾസോ നമുക്ക് എന്തുണ്ടാവും? ഒരു ഹാഫ് കൂടെ മൾട്ടിപ്ലൈ ഉണ്ടാവും. ഇതായിരിക്കും ABDയുടെ ഏരിയ. ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഇത് നമുക്ക് 50 സ്ക്വയർ സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് ആരിത് കാണാനാണ്? ADC ഇത് കാണാൻ. നമ്മൾ ADCയുടെ ഏരിയ ഒന്ന് എഴുതി നോക്ക്. ADCയുടെ ഏരിയ, ഇതിന്റെ ബേസ് എന്താണ്? DC ആണ്. ഇതിന്റെ ബേസ് DC ആണ്. ഓൾസോ ഇതിന്റെ ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് കാണുമ്പോൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ലംബ ദൂരം, അതല്ലെങ്കിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ് എടുക്കണം എന്ന്. ഞാനിവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ വരച്ചു പോവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റിൽ കിട്ടും. റെഡി? ഞാൻ ഈ ഹൈറ്റും സെയിം അല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊടുത്തു. നമ്മളിവിടുത്തെ ഹൈറ്റ് എന്തായിരിക്കും? ED ആയിരിക്കും. ഒരു ഹാഫ് കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് BCയുടെ മിഡ് പോയിന്റ് ആണ് DC. അങ്ങനെയാണെങ്കിൽ BDയും DCയും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആളും സെയിം ആണ്. മനസ്സിലായി? ഇനി നമ്മൾ നോക്കുകയാണ് ED എന്ന് പറഞ്ഞാൽ ഇയാളാണ് AB. അങ്ങനെയാണെങ്കിൽ ഈ ABയും EDയും സെയിം അല്ലേ? രണ്ടും സെയിം ആയിട്ടല്ലേ? ഇയാളും സെയിം ആണ്. നമുക്ക് പിന്നെ ആരാളുള്ളത്? ഹാഫ്. അപ്പം നമ്മൾ ഏരിയ എന്തായിരിക്കും? രണ്ടാളെ ഏരിയ സെയിം ആയിരിക്കും. ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഏരിയ എങ്ങനെ കാണാതെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ? ഓക്കെ. റെഡി? ഈ ക്വസ്റ്റ്യൻ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണാട്ടോ.